അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈ വീഡിയോ കാണുന്നവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. സഹോദരന്മാരെ, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് നമ്മുടെ ഇന്നത്തെ കേരളത്തിലത്തെ പോലീസ് ഉദ്യോഗസ്ഥരുമായി അതിനോടനുബന്ധിച്ച് അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയി ബന്ധപ്പെട്ട് നമ്മുടെ അൻവർ സാഹിബ് ഇളക്കിവിട്ട ഒരുപാട് പരാമർശങ്ങളും അതുമായി ബന്ധപ്പെട്ട ഇന്ന് കേരളത്തിൽ നടക്കുന്ന പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ നല്ലവരായ എല്ലാ പ്രേക്ഷകരും അറിയുന്നുണ്ടാവും, കാണുന്നുണ്ടാവും, കേൾക്കുന്നുണ്ടാവും. അപ്പം ഞാൻ അതൊന്നും ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമല്ല. കാരണം ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഒന്നിനെ പറ്റി അറിയുന്ന ഒരു കാര്യമുണ്ട്. അതായത് പോലീസ്, മിലിറ്ററി, പട്ടാളം, ഇവരൊക്കെ നമ്മൾ അറിയുന്നതും നമ്മളെപ്പോലത്തെ ഈ രാജ്യത്തിൻ്റെ പൗരന്മാർ വിശ്വസിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുമായിട്ട് എനിക്ക് ഇത്തിരി സംസാരിക്കണമെന്ന് തോന്നിയോടെ സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് തെറ്റുണ്ടെന്ന് ക്ഷമിക്കണം. ആദ്യം തന്നെ പറയുന്നത് കാരണം വെച്ചാൽ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാത്തൊരവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പോലീസ് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. നമുക്ക് എൻ്റെ ശ്രദ്ധിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൂടെ മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾക്ക് അറിയുന്നില്ല എന്നല്ല പറയുന്നത്, എല്ലാവരും അതുപോലെ എന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം. പോലീസ് ഉദ്യോഗസ്ഥന്മാരെയോ അല്ലെങ്കിൽ മിലിറ്ററിക്കാരെയോ ഈ ബാക്കിയുള്ള ജനങ്ങളുണ്ടല്ലോ ഈ രാജ്യത്തിൻ്റെ പൗരന്മാർ, അവരിൽ ഒരു വിശ്വാസം അർപ്പിക്കും, ഒരു വിശ്വസിക്കുകയും ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്തെന്ന് വെച്ചാൽ 2-3 കാര്യങ്ങളെ പറ്റിയിട്ട് പറയാം. ഒന്ന്, പടച്ചവനാണ് നമ്മൾ സംരക്ഷകൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ പടച്ചവൻ നമ്മൾ സംരക്ഷിക്കുന്നത് വിശ്വാസം കൂടി കുറച്ച് വെക്കുകയാണ്. പടച്ചവൻ നമ്മൾ വിഷമിപ്പിക്കില്ല, ചതിക്കില്ല. അത് കുറച്ച് വിശ്വാസമാണ്. ആ പടച്ചവനെ, ദൈവത്തെ നമ്മൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ വിശ്വസിക്കുന്നതായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ, ഒരു രാഷ്ട്രത്തിൻ്റെ മിലിറ്ററി, അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തുണ്ടാകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ. നമ്മൾ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അവയിൽ അത്രയും വിശ്വാസമുണ്ട് ജനങ്ങൾക്ക്. കാരണം നമ്മൾ കിടന്നുറങ്ങുന്നത് പോലും ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷണത്തിൽ എന്ന് വിശ്വസിക്കുന്നു, പടച്ചവനെ കഴിച്ചാൽ. കാരണം നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ആരെങ്കിലും നമ്മളെ വന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കളയും, അല്ലെങ്കിൽ കൊന്നുകളയും, അല്ലെങ്കിൽ ആക്രമിച്ചു കളയും എന്നൊക്കെ വിശ്വസിക്കേണ്ട മനുഷ്യരെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ അങ്ങനെ വിശ്വസിക്കാതെ കണ്ട് ഈ ഉറങ്ങുന്നത് എന്തുകൊണ്ട്, സ്വസ്ഥയായിട്ട് ഉറങ്ങുന്നത് കൊണ്ട് എന്തുകൊണ്ട്, ഈ നാടിൽ നിയമമുണ്ട്, ആ നിയമത്തിൻ്റെ പരിപാലകരുണ്ട്, അവർ നമ്മളെപ്പറ്റി നിരീക്ഷിച്ചുകൊണ്ടുണ്ട്, കുറ്റവാളികളെ നിരീക്ഷിച്ചുകൊണ്ടുണ്ട്, അവരെ പിടിപ്പെടും, അവരെ ജയിലിലടക്കും, അവർ ശിക്ഷിക്കപ്പെടും, നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും, ശിക്ഷിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന ജനങ്ങളാണ് സ്വസ്ഥതയോട് കൂടിയിട്ട് ഈ പ്രധാനപ്പെട്ട ബഹുമാനപ്പെട്ട ഈ ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിശ്വസിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ജനങ്ങൾ കിടന്നുറങ്ങുന്നത് പോലും മറ്റു പലത് ചെയ്യുന്നത് പോലും ഇവരൊരു വിശ്വാസത്തിൻ്റെ മുകളാണ്. അപ്പോൾ പടച്ചവൻ്റെ കഴിഞ്ഞാൽ പിന്നെ വിശ്വസിക്കുന്ന ആരും ഇവരെയാണ്. അതുപോലെ തന്നെ ഒരു ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്, ഡോക്ടർമാർക്ക് നമ്മൾ ഈ രോഗമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ ഒരു ഇഞ്ചക്ഷൻ വെക്കണം എന്ന് പറഞ്ഞാലോ നമ്മൾ എന്തുകൊണ്ട് അവർക്ക് സമ്മതിച്ചു കൊടുക്കുന്നത്? നമ്മളവരെ വിശ്വസിക്കുകയാണ്, നമ്മൾ വിശ്വസിക്കുകയാണ്. കാരണം പടച്ചവനെ കഴിഞ്ഞാൽ നമ്മൾക്ക് രോഗത്തിന് മരുന്നാക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മരുന്നാക്കാൻ വേണ്ടി പോയാൽ നമ്മൾ വിശ്വസിക്കുന്ന ഈ ഡോക്ടേഴ്സിനെയാണ്. അപ്പോൾ എന്തുകൊണ്ട് പടച്ചവനെ കഴിഞ്ഞാൽ പോലീസുകാരും അതുപോലെ ഒരു രോഗം വന്നാലും ഡോക്ടേഴ്സിന് നമ്മൾ എല്ലാം പറയും ചെയ്യും, അവർ ചെയ്തത് നമ്മൾ ഭക്ഷിക്കുകയും ചെയ്യും, ഇഞ്ചക്ഷൻ വെക്കാൻ പറ്റും, അതുപോലെ ഓപ്പറേഷൻ വേണം, ഓരോ ഓപ്പറേഷൻ ആക്കാൻ പറ്റും, ഒക്കെ ചെയ്യും. അതുപോലെ തന്നെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്നിട്ട് പറയുന്നത് നമ്മളെ മകൻ്റെ വീട്ടിൽ ഒരു പരാതി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ വിടുന്നവരൊക്കെ. അത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്, അവരെ കൂടെ എന്തെങ്കിലും പരാതി ഉണ്ട് അവർക്ക് എൻ്റെ മകൻ്റെ വീട്ടിൽ, എൻ്റെ മകൻ നിരപരാധിയാണ്. അപ്പോൾ ആ നിരപരാധി എന്നുള്ള നിലക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒന്ന് ചായക്കുന്നതിന് ധൈര്യമായിട്ട് അയക്കാനോ എന്ന് പറഞ്ഞ് ചിലപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ ഇറക്കി വിടും നമ്മളെ വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ. ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. എന്തുകൊണ്ട് ഈ പോലീസ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ പടച്ചവൻ്റെ സംരക്ഷണം കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നതിനുള്ളത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഈ ഡോക്ടർമാരെന്ന് പറയുന്ന ആളുകളൊക്കെയാണ് മനുഷ്യൻ്റെ സംരക്ഷണത്തിലുള്ള ഒരു വിഭാഗം. അവരെ മുകളിൽ ജനങ്ങൾക്ക് ഒരുപാട് വിശ്വാസമുണ്ട്. വിശ്വസിച്ചവരെ പലരും നമ്മൾ അർപ്പിക്കുന്നുണ്ട്. നമ്മളെ ജീവൻ പോലും അവരിൽ അർപ്പിക്കാന്ന്. ആദ്യം ഞാൻ പോലീസുകാരെ പറ്റി പറഞ്ഞില്ലേ, പോലീസുകാർ സംരക്ഷണം നമ്മൾ പറഞ്ഞില്ലേ.
അതുകൊണ്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. അതുപോലെ തന്നെയാണ് അതേ വിശ്വാസം പോലെ തന്നെയാണ് നമ്മൾ ഒരു ഡോക്ടേഴ്സിന് നമ്മൾ എല്ലാം ഇളക്കി കൊടുക്കുന്നത് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി. അതിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ വെക്കണമെന്ന് പറഞ്ഞാൽ ഏതായാലും അവർ തരുന്ന മരുന്ന് ഒക്കെ നമ്മൾ കഴിക്കുന്ന ഒരു വിശ്വാസമാണ്. അപ്പോൾ ഇത്രയും ഉന്നത സ്ഥാനം നിൽക്കുന്നവർക്ക് ഈ ജനങ്ങളെ അവർക്ക് ചതിക്കാനും പറ്റും. കാരണം ഒരു നീതിപീഠത്തിൻ്റെ മുമ്പിലേക്ക് ഒരു ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കുന്ന റിപ്പോർട്ടാണ് ഒരു കോടതിക്ക് പോലും അതിൻ്റെ സത്യമല്ല അസത്യമോ കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ ഒരു ഡോക്ടേഴ്സോ തന്നെയാണ് ഒരു രോഗം കണ്ടുപിടിച്ചിട്ട് അവർ മരുന്ന് കൊടുക്കേണ്ടതിൻ്റെ വിരുദ്ധമായിട്ടൊന്നും ചെയ്താലുണ്ടാവും ആ മനുഷ്യനെ കൊല്ലാൻ പറ്റും. അവർക്ക് ഈസിയായിട്ട് ഒരാളെ കൊല്ലാൻ പറ്റും ഒരു ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം എന്തുകൊണ്ട് അവർ വിശ്വസിക്കുന്നത്? അവരങ്ങനെ ചെയ്യൂല എന്നാണ് മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള വിശ്വാസം. അപ്പോൾ അവിടെ കളങ്കം വരാൻ പാടില്ല. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചിട്ടില്ല. നമ്മൾ ഇപ്പോൾ കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആശങ്കകൾ, ഞാനതിനെ പറ്റി ഒന്നും അറിയുന്നില്ല, എന്ത് സംഭവം നമുക്കറിയുന്നില്ല. പക്ഷെ അതൊരു ഗവൺമെൻറ്റിനെ പോലും ബാധിക്കുന്ന രൂപത്തിലുള്ള ചർച്ച വിഷയിച്ച് മാറിയ സന്ദർഭത്തിലാണ് ഞാൻ രണ്ട് വാക്ക് പറയുന്ന ഉദ്ദേശം. അപ്പോൾ ഈ ഉന്നത സ്ഥാനത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും അവർ അങ്ങനത്തെ ഒരു ഉന്നത സ്ഥാനത്ത് എത്താൻ പോലും ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ്. എന്നിട്ടാണ് അവർ ഉന്നത സ്ഥാനം അത്രയും വിദ്യാഭ്യാസം ഉണ്ടാക്കിയിട്ടാണ് അതിന് ആ സ്ഥാനത്തേക്ക് അവർ എത്തിച്ചേരുന്നത്. അങ്ങനെയുള്ള ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ ചർച്ചാ വിഷയം വരുമ്പോൾ നമ്മൾ ജനങ്ങൾക്ക്, ഈ നാട്ടിൽ ജീവിക്കുന്ന ജനങ്ങൾ എങ്ങനെ നമ്മൾ ഇവരെ വിശ്വസിക്കും എന്നുള്ളതാണ് നമ്മൾ ചോദ്യം. എങ്ങനെ വിശ്വസിക്കും? ഞാൻ മുന്നേ പറഞ്ഞ പോലെ എല്ലാം ഇവരെയാണ് നമുക്ക് വിശ്വാസം. ഇവനാണ് ഈ രാജ്യത്തിൻ്റെ നീതിപീഠം, ഭരണഘടന പോലും ശരിക്കും നിലനിൽക്കണമെങ്കിൽ ഈ പോലീസ് എന്ന് പറയുന്നിടത്താണ് തുടങ്ങുന്നത്. മിലിറ്ററി എന്നല്ല, പോലീസ് എന്നാണ് തുടങ്ങുന്നത്. കാരണം പോലീസിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും അതിൻ്റെ പ്രവർത്തനം ക്ലിയർ ആയാൽ ചിലപ്പോൾ അവിടെ പട്ടാളം പോലും കൊണ്ടുവരില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു സ്റ്റേറ്റിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥൻ ഉന്നതമായ അവരുടെ പദവി വഹിക്കുന്ന സന്ദർഭത്തിൽ അവർ നീതിപരമായിട്ട് നിഷ്പക്ഷപരമായിട്ട് ആരെ പക്ഷവും നിൽക്കാതെ കണ്ടവർ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർ ഒരു മിലിറ്ററി കൂടെ ഇറങ്ങേണ്ടി വരുന്നത് ഉറപ്പാണ്. അപ്പോൾ അത്രയും വിശ്വസിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിനെ പറ്റി നമ്മളിങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ ഒരുപാട് ആശങ്കകളുണ്ട്. കാരണം ഇത് എന്ത് സംഭവിക്കുന്നുണ്ട്, ഇനി ആരെ വിശ്വസിക്കാൻ പറ്റും? ഇപ്പം ഇങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പറ്റിയൊക്കെ സംശയിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചർച്ച വിഷയം നടക്കുമ്പോൾ ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നാൽ നമുക്ക് പെട്ടെന്ന് പാതിരാ നേരത്തെ വന്നിട്ട് ഇപ്പോൾ പാതിരാ നേരത്തെ പോലും വന്നിട്ട് എനിക്ക് എൻ്റെ പോലും അനുഭവം എന്തോ ചെറിയൊരു പ്രശ്നത്തിൽപ്പെട്ടിട്ട് എൻ്റെ മക്കളെ പോലും ഞാൻ പാതിരാ നേരത്തെ 1 മണിക്ക് അയച്ച സന്ദർഭം എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് സംശയത്തിന് വിളിക്കാൻ വേണ്ടി വന്ന സന്ദർഭത്തിൽ അപ്പോൾ തന്നെ അവർ തിരിച്ചയക്കുകയും ചെയ്തു. അപ്പം ഇതൊക്കെ ഒരു സാഹചര്യമാണ്. അപ്പം അങ്ങനത്തെ അടുത്ത് പോലും നമുക്ക് തോന്നിപ്പോകുന്നത് ഇനി എങ്ങനെ വിശ്വസിച്ചയക്കുക? നമ്മളെ മക്കൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവരെ കുറ്റക്കാരാക്കിയിട്ട് അവർ മാറ്റുമോ, അല്ലെങ്കിൽ കൊണ്ടുപോയി അടിച്ചു കളിയോ, അല്ലെങ്കിൽ മറ്റൊരു ചെയ്തു കളിയോ? ഇങ്ങനെ ജനങ്ങൾക്ക് മനസ്സിൽ ഒരു ആശങ്ക ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഇതിപ്പോൾ സംഭവിക്കുന്ന ഒരുപാട് ഇപ്പോൾ കാണുന്നത് രാഷ്ട്രീയപരമായ ചർച്ചാ വിഷയമാണ്. പക്ഷേ രാഷ്ട്രീയപരമായ ചില ആൾക്ക് ചിലപ്പോൾ പാർട്ടിക്ക് അപ്പുറപ്പുറം മുതലെടുപ്പൊക്കെ ഉണ്ടാവുന്ന കാര്യത്തിൽ. പിന്നെ പോലീസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടിക്കാതെ കണ്ടോ, ശിക്ഷിക്കാതെ കണ്ടോ, ഭയപ്പെടുത്താതെ കൊണ്ടൊന്നും ഇന്നത്തെ കാലത്തുള്ള കുറ്റവാളികളൊന്നും കുറ്റം സമ്മതിക്കുകയൊന്നും ചെയ്യില്ല. പക്ഷെ അത് മറ്റൊരു പ്രശ്നമാണ്. പക്ഷേ ഇന്നിപ്പോൾ അടുത്തടുത്ത് വെച്ചാൽ ഒരുപാട് പരാതികൾ വരുന്നുണ്ട്. മുമ്പത്തെ പോലെയല്ല. അപ്പം അടുത്തടുത്ത് ഒരുപാട് പോലീസിൻ്റെ മേലെ അപരാധങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾക്കൊക്കെ ഒരു ആശങ്കയാണ്. നമ്മൾ ആരെയും വിശ്വസിക്കും, എന്തിനു വിശ്വസിക്കും, എങ്ങനെ ഇവർ വിശ്വസിക്കും എന്നുള്ളിടത്തേക്ക് എത്തിപ്പോയി എന്നുള്ളതാണ് ഇപ്പോൾ അത് ആശങ്ക ഞാൻ കളിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ പറ്റുന്ന ഞാൻ കളങ്കം ചാർത്തിയിട്ട് പറയുന്നതൊന്നുമല്ല. കാരണം നിങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ അർപ്പിക്കുന്നു, നിങ്ങളാണ് ഞങ്ങളെ സംരക്ഷണം, നിങ്ങളെ വിശ്വസിച്ചാണ് ഞങ്ങൾ കിടന്നുറങ്ങുന്നത് പോലും എന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമുക്ക് പറയാൻ ആഗ്രഹമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, നിങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ കാവൽപ്പടന്മാർ. നിങ്ങൾ ചെയ്യുന്ന നീതിയാണ് ഇവിടെ നീതിപീഠത്തിലേക്ക് പോലും എത്തിച്ചേരുന്നതും കോടതി പോലും ലാസ്റ്റ് ഇന്നതാണ് സംഭവിച്ചതെന്ന് തുറന്ന് പറയുന്നിടത്തേക്ക് എത്തേണ്ടതും നിങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ടും ഉണ്ടാകും. അപ്പം നിങ്ങൾ ചെയ്യുന്നത് അത് സത്യസന്ധമായിരിക്കണം. നിങ്ങളെ സ്ഥാനമാനങ്ങൾ സ്വയം മനസ്സിലാക്കണം, രാജ്യത്തിൻ്റെ താല്പര്യം മനസ്സിലാക്കണം, എന്നിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം. എന്നിട്ട് ജനങ്ങളുടെ വിശ്വാസം ഇപ്പോൾ നമ്മളിവിടെയല്ല, മറ്റുള്ള രാഷ്ട്രങ്ങളിലൊക്കെ പോലീസ് സംഘടന എന്ന് പറയുന്നത്, പോലീസ് എന്ന് പറയില്ല, പോലീസ് സംഘടന എന്ന് കൂട്ടിപ്പോയി. കാരണം അത്രയും വിശ്വസിക്കും, അത്രയും പോലീസുകാർക്ക് വിശ്വാസം എന്നുള്ളതാണ്. അപ്പോൾ പോലീസ് ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പാണ്. അതിനെന്തെങ്കിലും കളങ്കം വന്നാലും അവിടെ രാഷ്ട്രം തകരും, ജനത തകരും, ഐക്യം തകരും, കലാപങ്ങളുണ്ടാവും, ശാന്തി സമാധാനം ഉണ്ടാവില്ല. അതിൻ്റെ കാരണക്കാരൻ ചിലപ്പോൾ നമ്മൾ വിശ്വസിച്ച് അതേ കാക്കി ഉൾപ്പെട്ട ആൾ ആവരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഇത് തെറ്റുകൊണ്ട് ക്ഷമിക്കണം. നമ്മളൊരു ആശങ്ക ഒരുപാട് ജീവിച്ച കാലങ്ങൾ കുറേ ആയി. പക്ഷേ ഇപ്പോൾ അടുത്തടുത്ത് നമ്മൾ കേരള പോലീസിൽ ഇങ്ങനത്തെ ആശങ്കകൾക്ക് കേൾക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. തെറ്റുകൊണ്ട് ക്ഷമിക്കണം. എല്ലാവർക്കും പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുക. ഇനിയും മുന്നോട്ട് കൂടി
പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനത്തെയൊക്കെ ജനങ്ങളെ കൊണ്ട് പരാജയപ്പെടുന്ന സാഹചര്യം ഇല്ലാതെ ആക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ ഒരുപാട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസം ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണമെങ്കിൽ നിങ്ങളെ പ്രവർത്തനം കൂടെ അതിനനുസരിച്ച് ഉണ്ടായാൽ മാത്രമേ ജനങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ സ്ഥാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ജനങ്ങൾക്ക് നിങ്ങൾ സംശയിക്കപ്പെടുന്ന ഒരു വസ്തുവായിട്ട് ഒരു കുറ്റവാളിയായിട്ട് മാറിപ്പോകുമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം, ഉടനെ തന്നെ പരിഹരിക്കണം, ഭാവിയിലും കൂടി ഇങ്ങനെ ആവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർദ്ദേശിച്ചു ക്ഷമിക്കണം. അടുത്ത വിളിക്കാൻ എല്ലാവർക്കും ജയിക്കുന്നത്.